ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഹാഷിം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ബുക്കിലെ ചാപ്റ്റർ 5 കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഇസ് സംതിങ് ദാറ്റ് യുവർ എംപ്ലോയർ ഓഫേഴ്സ് യു ദാറ്റ് ഇസ് അബവ് ആൻഡ് ബിയോണ്ട് യുവർ ആനുവൽ സാലറി ഓർ അതർ വേജസ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് തൻ്റെ എംപ്ലോയർ ഓഫർ ചെയ്യുന്ന ആനുവൽ സാലറിക്കും വേജസിനും പുറമെ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ പെർക്സ് ദാറ്റ് എംപ്ലോയർ ഓഫേഴ്സ് ഇൻ ഓർഡർ ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ദ ബെസ്റ്റ് ടാലൻറ്റ്. ഇങ്ങനത്തെ അഡീഷണൽ ബെനിഫിറ്റ്സ് എംപ്ലോയർ എന്തിനാണ് ഓഫർ ചെയ്യുന്നത്? തൻ്റെ കമ്പനിയിലെ ബെസ്റ്റ് ടാലൻറ്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. This includes things like health and dental insurance, retirement benefits, bonuses and paid off time. അടുത്തത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഹെൽത്ത്, ഡെൻ്റൽ ഇൻഷുറൻസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ബോണസസ്, അങ്ങനത്തെ പല കാര്യങ്ങളും അഡീഷണൽ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യും. അടുത്തത് നമുക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഗിവൺ ഇൻ അഡീഷൻ ടു റെഗുലർ വേജസ് ഓർ സാലറീസ്. നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞ പോലെ റെഗുലർ വേജസിനും സാലറീസിനും പുറമേ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ദീസ് ബെനിഫിറ്റ്സ് ആർ ഗിവൺ ടു വർക്കേഴ്സ് ടു സ്റ്റിമുലേറ്റ് ദം ടു വർക്ക് ഹാർഡ്. നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ അഡീഷണൽ ബെനിഫിറ്റ്സ് വർക്കേഴ്സിന് കൊടുക്കുന്നത്? അവരുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ ബെനിഫിറ്റ്സ് ക്യാൻ ബി അസർട്ടൈൻഡ്. നമ്മൾ ഈ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സിൻ്റെ മോണിറ്ററി വാല്യൂ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ നമ്മൾ അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിലൂടെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതാണ്. ദ എമൗണ്ട് ഓഫ് ബെനിഫിറ്റ്സ് നോട്ട് ജനറലി പ്രീ ഡിറ്റർമൈൻഡ്. ഈ കൊടുക്കുന്ന ബെനിഫിറ്റ്സിൻ്റെ എമൗണ്ട് പ്രീ ഡിറ്റർമൈൻഡ് അല്ല. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ലീഗലി റിക്വയർഡ് പേയ്മെൻറ്റ്സ്, കണ്ടിൻജൻറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ബെനിഫിറ്റ്സ്, പേയ്മെൻറ്റ് ഫോർ ദ ടൈം നോട്ട് വർക്ക് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. നമുക്ക് അടുത്തത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ് ആർ ആസ് ഫോളോസ്. നമുക്ക് ഓരോന്നായി നോക്കാം. ടു റീറ്റെയിൻ ആൻഡ് റിക്രൂട്ട് ഗുഡ് ആൻഡ് എഫിഷ്യൻറ്റ് എംപ്ലോയീസ്. നമ്മൾ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് നല്ല എഫിഷ്യൻ്റായ എംപ്ലോയീസിനെ കമ്പനിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. To give protection to employees against certain hazards like death, old age, etc. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നു. ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഇംപ്രൂവ് മോട്ടിവേഷൻ. വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്രദമാകുന്നതാണ്. ടു അറ്റൈൻ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് നിലനിർത്താനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കാരണമാകുന്നതാണ്. ടു ക്രിയേറ്റ് ഗുഡ് വർക്ക് എൻവയോൺമെൻറ്റ്. നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട്. ടു ക്രിയേറ്റ് ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നന്നായി ഉയർത്താനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ് സഹായിക്കുന്നു. ടു മീറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഇൻകൾക്കേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എംപ്ലോയീസ്. ടു ക്രിയേറ്റ് എ ബെറ്റർ ഇമേജ് അബൌട്ട് ദ കമ്പനി എമംഗ് പബ്ലിക്. നമ്മുടെ കമ്പനിയെ പറ്റി പബ്ലിക്കിനിടയിൽ നല്ലൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കി, ഒബ്ജക്റ്റീവ്സും നോക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.